കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു, കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. നല്ല തിരക്കാണ്, നല്ല തിരക്കും അതിനൊപ്പം അത്ര തന്നെ ശക്തിയായ മഴയും. മഴ ഇടയ്ക്കൊന്ന് വരിക, ഇടയ്ക്കൊന്ന് കുറയുക, ഇടയ്ക്കൊന്ന് വരിക, ഇടയ്ക്കൊന്ന് കുറയുക, അങ്ങനെ തന്നെ. അതുപോലെ തന്നെയാണ് ഭക്തജനങ്ങളുടെ തിരക്കും. ഇപ്പോൾ നട അടച്ചിട്ടേ ഉള്ളൂ. ഏകദേശം പറഞ്ഞത് 2:30 ഉള്ള അടയ്ക്കും, 3:30 തുറക്കും എന്നാണ്. അപ്പോൾ അതായപ്പോഴേക്കും ഒരുവിധമായി. അപ്പോൾ നടയൊക്കെ അടച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അതേപോലെ കല്യാണങ്ങളും ഉണ്ട് ധാരാളം. ഒക്കെ ഇടവം ലാസ്റ്റായി തുടങ്ങിയില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെയാണ്. നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ആലൊന്ന് നോക്കാം. അതേപോലെ വെങ്കല പ്രതിമ ഗരുഡനെ ഒന്ന് വലം വെച്ച്, ആലിനെ ഒന്നും വലം വെച്ച് നമുക്കിങ്ങനെ പോവാം. അങ്ങനെ പോരുമ്പോൾ തീരമ്പലം അത് കാണാം, പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഉള്ളത്, അതൊന്ന് കണ്ടു തൊഴാം. അങ്ങനെ വന്ന് നേരെ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ എത്തുന്നതിന് മുൻപ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൂടെ ഒന്ന് നടന്ന് അത്തിമര ഗണപതിയെ പോയിട്ട് കാണാം. അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. അവിടെ സുഖമായിട്ടുള്ള ദർശനമാണ്, യാതൊരുവിധ തിരക്കുമില്ല. 4 ഭാഗത്തുനിന്നും സുഖമായിട്ട് ദർശിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഗോപുരവാതിൽ കടന്ന് നേരെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ അകത്തെ ശ്രീലകത്തെ ഒരു പ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊടിമരത്തിൻ്റെ അവിടുന്ന് കണ്ടാൽ തന്നെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നുള്ളൊരു സന്തോഷമാവും. അങ്ങനെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ കാണാവുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഇടതേ ഭാഗത്തെ നാരായണ പട്ടതിരി ഇരുന്ന് നാരായണീ എഴുതിയിരുന്ന അതൊന്ന് നോക്കി തൊഴുതു. വലതുവശത്തുള്ള തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുത്. അങ്ങനെ പിന്നെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ വലതേ വശത്തു കൂടി ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ന് നിറച്ചും എന്താ പറയുക, ചതുർബാഹുവായ വിഗ്രഹം നിറച്ചും അലങ്കാരമാണ് കളഭം കൊണ്ടുള്ള. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് 2 കാലുകൾ കാണാണ്ട്, കാൽപാദങ്ങൾ കാണുന്നു, കാൽവളകൾ കാണാണ്ട്, നല്ല വലിയ മുണ്ടിങ്ങനെ, അതായത് മഞ്ഞ പട്ട് ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഊഞ്ഞാലിരുന്ന് ആടുക കേട്ടോ. നല്ല ഊഞ്ഞാൽപ്പടിയൊക്കെ കാണാണ്ട്, നിറയെ പൂക്കൾ കൊണ്ടുള്ള ഒരു ഊഞ്ഞാൽ വള്ളികൾ കാണാനുണ്ട്. 2 കുഞ്ഞി കൈ കൊണ്ടിങ്ങനെ ഊഞ്ഞാലും പിടിച്ച് ഊഞ്ഞാലാടുകയാണ്. ഓടക്കുഴൽ കയ്യിലുണ്ട്. അങ്ങനെ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ അലങ്കാരം. അങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്, അതേപോലെ തോൾവളകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറത്തൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല തുളസിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ള തിരുമുടി മാലകൾ കാണാണ്ട്, പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാണ്ട് 3 പീലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തിരുമുടി മാല ഇങ്ങനെ കാണാണ്ട് 2 എണ്ണമായിട്ട്. അതുപോലെ വലിയ ഊഞ്ഞാലിൻ്റെ വള്ളിയും അതേപോലെ 2 ഉണ്ടമാലയും കൂടി ചേർന്നിട്ട് നല്ല വലുപ്പത്തിൽ ഇങ്ങനെ 3 ഇതായിട്ട് ഇങ്ങനെ കിടക്കണ മാതിരിയാണ് കാണുന്നത്. വലിയ ഉണ്ടമാലകൾ, വെളുത്ത പൂവും തെച്ചി ആയിട്ടുള്ളതും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതും. അങ്ങനെ നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ് കാഴ്ച. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കൊച്ചോദിക്കനാണ്. വളരെ നന്നായിട്ട് മനോഹരമായിട്ടുള്ള ഊഞ്ഞാലാടുന്ന ഒരു അലങ്കാരം ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ഭഗവാനെ കൺകുളിർക്കെ കണ്ടോളൂ, ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴുതോളൂ. അങ്ങനെ തൊഴുത് നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുതു. പിന്നീട് നമ്മൾ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുകയാണ്. തിടപ്പള്ളിയിൽ അത്രയ്ക്കും ശക്തിയായ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്.
ഹനുമാൻ്റെയും അതുപോലെ ഗുരുവായൂരപ്പൻ്റെയൊക്കെ സാന്നിധ്യമുള്ള ഗണപതിയുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പം അങ്ങോട്ട് നോക്കിയിട്ട് തൊഴുക. പറ്റാവുന്നവർ പറ്റുമെങ്കിൽ ഏത്തിടുക. കാരണം തിരക്കുണ്ടാകുമ്പോൾ പറ്റില്ല. അപ്പോൾ നോക്കുക, ഒന്ന് തൊഴുക. അതേപോലെ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. പച്ച ആലിലയിൽ ഇങ്ങനെ കിടക്കുന്ന ഉണ്ണീനെ കാണാം. അത് കഴിഞ്ഞിട്ട് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അവിടുത്തെ ഇങ്ങനെ ചെറിയ കളഭച്ചാർത്ത് ചന്ദനച്ചാർത്ത് ഇങ്ങനെ ആയി വരികയാണ്. തുമ്പിക്കൈയും കൊമ്പൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കാരം ഉണ്ട്. അതായത് അർച്ചന മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഗണേശനെ സ്തുതിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണുന്നു, ആ കിടാവിളക്ക് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ 2 മാലകളുണ്ട്. വെളുത്ത മാലകളും തുളസി മാലയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ കാണാം. ആ ഗണപതിക്ക് ഇന്നാരോ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. പിന്നീട് മേൽശാന്തിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി പ്രസാദമൊക്കെ തൊടാം. അർച്ചന പ്രസാദമൊക്കെ കിട്ടും. അവിടെ ആ കൊച്ചോദിക്കനിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങാം. പിന്നീട് വാമനമൂർത്തീനെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. പിന്നെ നോക്കുമ്പോഴോ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ നിറച്ച് പൂക്കളാണ്. മേലെ ഇങ്ങനെ മൊത്തം പൂക്കളാൽ അലങ്കാരമാണ്. അങ്ങനെ എത്ര മാലകളാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും മാലകൾ. ധാരാളം തുളസി മാലകളും വെളുത്ത പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അനന്തൻ്റെ മഹാവിഷ്ണുവിൻ്റെ മുകളിൽ മുഴുവൻ വെളുത്ത പൂവും താമരയാണ്. നല്ല രസമായിട്ടുള്ള അലങ്കാരം. പിന്നെ തുളസി മാലകൾ കൊണ്ടുള്ള അലങ്കാരം നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ഭഗവാന് ധാരാളം സമയം നമസ്കരിക്കാൻ കിട്ടും, അതൊക്കെ നമസ്കരിക്കുക. അങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. പിന്നെ കൃഷ്ണനെ കാണാം, മുരുകനെ കാണാം. മുരുകനെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ 2 വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെയും പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അവിടെയൊക്കെ ധാരാളം മാലകളുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കുറച്ചിങ്ങോട്ട് നീങ്ങി നിന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി നിന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിൽ ഇപ്പോഴും അത് ആ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. ആ വിളക്കിൻ്റെ അവിടെ നമ്മുടെ പൊന്നുണ്ണി കളിക്കുന്നതായിട്ട് കണ്ട് തൊഴാം. ഏത് രൂപത്തിലാണോ നമ്മൾ സംഘടിക്കുന്ന ആ ഒരു സങ്കല്പം നമ്മളെ ഉള്ളിലേക്ക് വരുന്ന അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. ആ ഒരു കാഴ്ച നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ കണ്ട് തൊഴുത് പിന്നെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ അനന്തൻ്റെ കുടക്കീഴിലിങ്ങനെ പോകുന്ന പൊന്നുണ്ണിയെ എടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ട് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. വാഗച്ചാർത്തിൻ്റെയൊക്കെ തീർത്ഥം ഉണ്ടാവും, അതൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അവിടേക്ക് വരുമ്പോൾ നല്ല തിരക്ക് തന്നെയാണ്. അങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് വളരെ സുന്ദരിയാണ്. ചെറിയ മുഖം,
വലിയ മുഖത്ത് ഉള്ള, അതായത് വലിയ ആ ഒരു ഇതിൻ്റെ മുകളിൽ ചെറിയ മുഖമാണ്. ചെറിയ മുഖം എന്ന് പറഞ്ഞാൽ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചേർത്ത് തുടുത്ത എന്താ പറയുക, വെളുത്ത എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു മനോഹരമായ ഒരു ചെറിയ ഉണ്ണി ഉള്ള മാതിരിയുള്ള ദേവിയാണ്. ചെറിയ മുഖത്തോടു കൂടിയ ഒരു നല്ല അലങ്കാരമായിട്ട്. പിന്നെ ധാരാളം പൂക്കൾ കൊണ്ടൊന്ന് അർച്ചന കൊണ്ട് ഇഷ്ടം പോലെ അർച്ചന, അത്രയ്ക്ക് മേൽ ഒരുപാട് പേര് ദർശനത്തിന് വന്നിട്ട് ദേവിക്ക് അർച്ചന ചെയ്തുകൊണ്ട് അത്രയ്ക്കും പൂക്കളിങ്ങനെ അർച്ചന. അതേപോലെ ചുവന്ന പട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മാലയുണ്ട്, നല്ലൊരു നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട്. ആ മാലയ്ക്ക് നല്ല ചെറിയ ഉണ്ണിയുടെ മുഖം പോലെ തന്നെയാണ് ഇന്ന് ദേവീനെ കാണാൻ. അമ്മയാണ് പറയേണ്ടത്, അമ്മയ്ക്ക് നല്ല ചെറിയ കുട്ടിത്തുള്ള നല്ല ഓമനത്തുള്ള ആ ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ്, നിഷ്കളങ്കമായ ചിരി എന്നൊക്കെ പറയില്ല, അതേമാതിരി നമ്മളെ ഭക്തരെ കണ്ട് ചിരിച്ച് നിൽക്കുക ദേവി എടത്തരകത്തുകാവിലെ ഭഗവതി. എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടുന്ന പോലെ നമ്മൾ ആ ഒരു മനസ്സിൽ മമ്മിയൂരപ്പനെ അങ്ങോട്ട് സ്മരിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആ ആൾ രൂപത്തിൻ്റെ അവിടെയൊക്കെ ധാരാളം ആളുകളാട്ടോ. എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ അത്രയും ചെയ്യുക. അതേപോലെ തുലാഭാരത്തിൻ്റെ അവിടെയും തിരക്കുക. അങ്ങനെ നേരെ നോക്കുമ്പോൾ എന്താ പറയുക, മഞ്ചാടിക്കുരുവിൻ്റെ അവിടെയും ധാരാളം തിരക്ക്. പിന്നെ അവിടെ ഗ്രില്ലിട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെ ആളുകളെ വിടുന്ന പോലെയാണ്, അപ്പോൾ അതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റും. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ്. അപ്പോൾ ഒന്നും കൂടി കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാലും കിടാവിളക്ക് ഇങ്ങനെ കാണാം, ആ വേദപാരായണം ചെയ്യുന്നതും പഴയ നെല്ലിമരത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഐതിഹ്യങ്ങളുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ നിറസാന്നിധ്യമുള്ള കൂത്തമ്പലം നോക്കി തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴോ അവിടെ വെളുത്ത മുണ്ടിങ്ങനെ പട്ടുപോലെ ആക്കിയിട്ടാണ്, നന്നായിട്ട് വെളുത്ത മുണ്ടൊക്കെ ചുറ്റിയിട്ടുള്ള പോലെ അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ മാതിരി നല്ല കളഭം കൊണ്ടൊന്നും അലങ്കാരമായിട്ടില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നല്ല പൊട്ട് വെച്ചിട്ടുണ്ട്, ആ സ്വർണത്തിൻ്റെ പൊട്ട്. മാലകൾ അവിടെയുണ്ട് ധാരാളം, ആ വലിയ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അത് കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്നാൽ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാലിനെ കാണാം, കണ്ടു തൊഴാം. അതേപോലെ ഒന്ന് പിന്തിരിഞ്ഞ് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിലൂടെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ പോയാൽ നമ്മുടെ കുളപ്രദക്ഷിണാവും. ആ രുദ്രതീർത്ഥം, മഹത്തരമായ രുദ്രതീർത്ഥം, സപ്തർഷികൾ വന്ന് സ്നാനം ചെയ്യുന്ന രുദ്രതീർത്ഥം ഒക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ പോരാമെന്ന്. കുളപ്രദക്ഷിണം അത്യാവശ്യമാണ്, നല്ലതാണ്. ഇങ്ങനെ വരുമ്പോൾ ആ നാരായണാലയം കാണാം, ആ പൂന്താനം പൂജിച്ചിരുന്ന ആ വിഗ്രഹം കണ്ട് തൊഴാം. അവിടെ നിന്ന് കയറി തൊഴുത് അതേപോലെ അങ്ങനെ വരുമ്പോൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഭഗവതി നടൻ അവിടെ നിന്നിട്ടൊന്ന് തൊഴാം. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന വഴി ആ കൊടിമരത്തിൻ്റെ അവിടെ, ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് പുറത്ത് കിഴക്കേ നടയിൽ വന്ന് അവിടുന്ന് ഒന്നുകൂടി ഭഗവാനെ തൊഴാം. നല്ല അവിടുന്ന് നേരെ ക്ലിയറായിട്ട് തൊഴാൻ പറ്റുന്ന. ചില സമയത്ത് അവിടെ നല്ല ആളുകൾ ഉണ്ടെങ്കിൽ പറ്റില്ല, ഉള്ളിലത്തെയും തിരക്കല്ലേ, അത് കാരണം. പക്ഷേ ചിലപ്പോൾ നന്നായിട്ട് കണ്ട് തൊഴാൻ പറ്റും. അവിടെയും കണ്ട് തൊഴുത് നമ്മൾ തിരിച്ചിങ്ങനെ തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തിന് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും അമ്മേനെയും അപ്പനെയും അമ്മേനെയൊക്കെ ഇങ്ങനെ
പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്ത ആ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അങ്ങനെ അന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.